മർക്കോസിൻ്റെ സുവിശേഷം ആധാരമാക്കിയുള്ള ഈ പ്രഭാത സന്ദേശത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. മർക്കോസിൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ നിന്ന് കർത്താവാകുന്ന യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായി ഒരുമിച്ച് പെസഹ കഴിച്ചതിൻ്റെ ചരിത്രമാണ് കഴിഞ്ഞ ദിനത്തിൽ നിങ്ങളുമായി ഞാൻ പങ്കുവച്ചത്. അതേ ആലോചനകളിൽ നിന്ന് തന്നെ ചില ചിന്തകൾ കൂടെ പങ്കുവയ്ക്കുവാനാണ് ഇന്നത്തെ ദിവസവും കർത്താവിൽ ശരണപ്പെടുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം മുതൽ 15-ാമത്തെ അധ്യായം വരെ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ സമാപന ദിവസങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളുടെ വിവരണങ്ങളാണ് കാണുവാൻ കഴിയുന്നത്. 7 ദിവസത്തെ സംഭവങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ 14-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിൽ എത്തിച്ചേരുമ്പോൾ വ്യാഴാഴ്ച രാത്രിയാകുകയാണ്. സന്ധ്യാസമയത്താണ് യേശു തൻ്റെ ശിഷ്യന്മാരുമായി ഒരുമിച്ച് പെസഹ കഴിക്കുവാൻ വേണ്ടി മാളിക മുറിയിൽ കൂടി വരുന്നത്. അതിന് തൊട്ടു മുന്നമേ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ആ ശാല പോയി കണ്ടെത്തുക, നിങ്ങളോടുകൂടെ ഒരുമിച്ച് പെസഹ കഴിക്കുവാൻ വേണ്ടിയുള്ള സ്ഥലം നിങ്ങൾ പോയി കണ്ടെത്തുക. അതിനുള്ള അടയാളങ്ങൾ അവർക്ക് കൊടുത്തു. കൃത്യമായിട്ട് അവർ കണ്ടെത്തി ആ ശാല കണ്ടെത്തുകയും അതിൻ്റെ ഉടമസ്ഥനോട്, അതിൻ്റെ ചുമതലപ്പെട്ട ആ വ്യക്തിയോട്, ആ വീട്ടുടയവനോട് അവിടെ വെച്ച് പെസഹ കഴിക്കുവാനുള്ള അനുവാദം വാങ്ങിയാണ് അവർ യേശുവിൻ്റെ അരികിൽ മടങ്ങി വന്നത്. ഇതിനിടയിൽ മറ്റൊരു സംഭവം ഉണ്ടായി. ഇസ്കറിയാത്ത യൂദ, അയാൾ ചെന്ന് പുരോഹിതന്മാരെ കണ്ടു, മതനേതാക്കന്മാരെ കണ്ടു, യേശുവിനെ ഒറ്റിക്കൊടുക്കാമെന്ന് വാക്കാൽ സമ്മതിച്ചു. മതനേതാക്കന്മാർ, മതപുരോഹിതന്മാർ ഇസ്കറിയാത്ത യൂദാവിനോട് പറഞ്ഞു, ഞങ്ങൾ പണം തരാം. ഇയാൾ പണത്തിന് വേണ്ടി എന്തും ചെയ്ത് കളി. ഏറ്റവും അവസാനമായിട്ട് യേശുവിനെ വെച്ച് എങ്ങനെ മുതലെടുക്കാമെന്നുള്ളതാണ് അയാളുടെ ചിന്ത. അതിനയാൾ അവസാനം കണ്ടെത്തിയ ഉപാധിയാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കുക. അപ്പോൾ ഏറെ പണം ലഭിക്കുമല്ലോ. അങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞു. അതിനുശേഷമാണ് ആ സന്ധ്യയിൽ യേശു തൻ്റെ ശിഷ്യന്മാരുമായി ഒരുമിച്ച് പെസഹ കഴിക്കുവാൻ വേണ്ടി ആ മാളിക മുറിയിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ ഇസ്കറിയാത്ത യൂദ കൂടെയുണ്ട്. അതിനിടയിൽ എപ്പോഴോ അവൻ പോയി മഹാപുരോഹിതന്മാരെ കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞൊത്തതിന് ശേഷം കൃത്യമായിട്ട് യേശു പെസഹ കഴിക്കുവാനുള്ള ആ സമയത്ത് തൻ്റെ ശിഷ്യന്മാരുമായിട്ട് മാളിക മുറിയിലേക്ക് പോകുമ്പോൾ ഇസ്കറിയാത്ത യൂദ കൂടെയുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിൽ, സന്ധ്യയായപ്പോൾ അവൻ 12 കൂടെ വന്നു. അവർ ഇരുന്നു ഭക്ഷിക്കുമ്പോൾ അപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരുമായി ഒരുമിച്ച് ആ വിശാലമാകുന്ന വന്മാളികയിൽ വന്നു. അവരൊരുമിച്ച് ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി, പെസഹ കഴിക്കുവാൻ വേണ്ടി ഒരുമിച്ച് തയ്യാറെടുക്കുകയാണ്. പെസഹയെക്കുറിച്ച് വീണ്ടും ആവർത്തിക്കുന്നു. ലേവ്യ പുസ്തകം 23-ാമത്തെ അധ്യായത്തിൽ യഹൂദന്മാരുടെ ഉത്സവങ്ങളുടെ ആ ലിസ്റ്റ് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പെസഹയിലാണ് തുടങ്ങുന്നത്. ആബീബ് മാസം 14-ാം തീയതിയാണ് മിസ്രൈമിൽ നിന്ന് അവർ പുറപ്പെടുമ്പോൾ ആദ്യത്തെ പെസഹ ഉത്സവം ആചരിച്ചത്. കുഞ്ഞാടിനെ അറുത്ത് കുഞ്ഞാടിൻ്റെ രക്തം പാത്രത്തിൽ അവർ ശേഖരിച്ച് അത് വീടിൻ്റെ കതകിൻ്റെ കട്ടളക്കാലിൻ്റെ മേലും കുറുമ്പിടിമേലും പുരട്ടി കുഞ്ഞാടിൻ്റെ മാംസം തീയിൽ ചുട്ട് ആ മാംസവും മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ, അപ്പം, വീഞ്ഞ് ഇവയെല്ലാം കൂടെ ചേർത്ത് ഭക്ഷിച്ചാണ് അന്ന് രാത്രിയിൽ അന്ന് 1-ാം പെസഹ ഉത്സവം അവരാചരിച്ചത്. അതിനുശേഷം 15-ാം തീയതി അതിരാവിലെ അവര് മിസ്രൈമിൽ നിന്ന് യാത്ര ആരംഭിച്ചു. ആബീബ് മാസം
14-ാം തീയതിയാണ് പെസഹ. 15-ാം തീയതി മുതൽ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ആരംഭിക്കുന്നു. അതിനുശേഷം 3-ാമത്തെ ഉത്സവം എന്ന് പറയുന്നത് ആദ്യഫല പെരുന്നാളാണ്. ശേഷം വരുന്നത് പെന്തക്കോസ്ത് ആകുന്നു. പെന്തക്കോസ്ത് കഴിയുമ്പോൾ കാഹളപ്പെരുന്നാൾ കഴിയുമ്പോൾ യോം കിപ്പൂർ, മഹാപാപ പരിഹാര ദിവസം, ഏറ്റവും അവസാനമായിട്ട് കൂടാരപ്പെരുന്നാൾ. ഇങ്ങനെ 7 പ്രധാനപ്പെട്ട ഉത്സവങ്ങളാണ്. എല്ലാ ആഴ്ചയിലും അവർക്ക് ശബത്തുണ്ട്. അതുകൂടെ ചേർക്കുകയാണെങ്കിൽ 8 ഉത്സവങ്ങൾ. അതിൽ ആദ്യത്തേതാണ് പെസഹ. ആ പെസഹ ആബിബ് മാസം 14-ാം തീയതി, അല്ലെങ്കിൽ ആ മാസത്തിന് മറ്റൊരു പേര് കൂടി കൊണ്ട് നിസാൻ മാസം. നിസാൻ മാസം 14-ാം തീയതിയാണ്. യേശുക്രിസ്തു ശുശ്രൂഷിക്കുന്ന ആ സമയത്ത് ദേവാലയം ഈ ഭൂമിയിലുണ്ട്. ദേവാലയത്തിൽ മാത്രമേ മൃഗങ്ങളെ യാഗം കഴിക്കുവാൻ കഴിയത്തുള്ളൂ. പെസഹയിൽ ചുട്ടമാംസം കഴിക്കണമെന്ന് തീരുമാനമുള്ള കുടുംബങ്ങൾ കുഞ്ഞാടുമായിട്ട് അന്ന് ആലയത്തിൽ പോകും. വൈകുന്നേരമാകുമ്പോൾ ആലയത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും. പ്രത്യേകമായിട്ട് അന്ന് പെസഹ കുഞ്ഞാടിനെ അറുക്കുന്ന സമയമാകുന്നതിനാൽ അനേകം പുരോഹിതന്മാർ വരിവരിയായി നിൽക്കും. ഓരോ കുടുംബാംഗങ്ങൾക്ക്, ഓരോ പ്രതിനിധികൾക്ക് കുഞ്ഞാടുമായിട്ട് ആ പുരോഹിതന്റെ അരികിൽ കടന്നു ചെല്ലുവാൻ കഴിയും. പുരോഹിതൻ കുഞ്ഞാടിനെ അറുത്തതിന് ശേഷം രക്തം പാത്രത്തിൽ ശേഖരിക്കും. അതിനുശേഷമായിട്ട് ആ കുഞ്ഞാടിനെ മടക്കി ആരാധകന്റെ കയ്യിൽ കൊടുക്കും. ആ ആരാധകൻ ലേവ്യന്റെ അരികിൽ പോകും. ലേവ്യൻ കുഞ്ഞാടിൻ്റെ തുകൽ മാറ്റിയതിന് ശേഷം അമാസ്യം, അങ്ങനെയുള്ള അകത്തുള്ള മാറ്റേണ്ട കാര്യങ്ങൾ, വചനപ്രകാരം മാറ്റേണ്ട കാര്യങ്ങൾ മാറ്റി അവയെ തീയിലിട്ട് ചുടുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കും. ശേഷിച്ച മാംസം, ഈ കുഞ്ഞാടിൻ്റെ ശേഷിച്ച ശരീരം ഈ ആരാധകന്റെ കയ്യിൽ കൊടുക്കും. ആ കുടുംബത്തിൻ്റെ പ്രതിനിധിയുടെ കയ്യിൽ കൊടുക്കും. അയാൾ അതുമായിട്ട് മടങ്ങി വന്ന് വീട്ടിൽ വന്നിട്ട് കുടുംബത്തിലുള്ള എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി, കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് ആ മാംസം ചുട്ട്, അതോടുകൂടെ കയ്പുചീരയുണ്ട്, അപ്പമുണ്ട്, വീഞ്ഞുണ്ട്, ഈ അപ്പം മുക്കുവാൻ വേണ്ടി ചാറുണ്ട്, പ്രത്യേകമാകുന്ന വിനെഗറുണ്ട്, ഉണങ്ങിയ പഴങ്ങളുണ്ട്, മധുരപാനീയങ്ങളുണ്ട്. ഇങ്ങനെ വിവിധ വിഭവങ്ങൾ ചേർന്നതാണ് പെസഹ മീൽ എന്ന് പറയുന്നത്. ആ പെസഹ മീലിന് യഹൂദന്മാരുടെ ഭാഷയിൽ സെഡർ, SEDER എന്ന് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതാൻ കഴിയും. സിഡാർ എന്ന് പറയും. ആ മീൽ, ആ സിഡാർ എങ്ങനെയാണ് കഴിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങൾ ഹഗഡാഹ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റിനകത്ത് വിശദീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ ബാബിലോണിയൻ തൽമൂദ് എന്ന് പറയുന്ന ഒരു പുസ്തകം അവർക്കുണ്ട്. ആ ബാബിലോണിയൻ തൽമൂദിൽ ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളുണ്ട്. വീഞ്ഞെടുക്കുമ്പോഴും വീഞ്ഞ് 1, 2, 3, 4 പാത്രങ്ങളിലാണ്. 4 പാത്രങ്ങളിൽ വീഞ്ഞ് വയ്ക്കേണ്ട പ്രത്യേകമാകുന്ന ആ ടീപ്പോയി പോലെയുള്ള ആ സ്ഥലത്ത് ആ വീഞ്ഞ് വയ്ക്കും. 4 പാത്രങ്ങളിലെടുക്കും. ഇത് കഴിക്കുവാൻ വേണ്ടി ഇരിക്കുന്നത് നിലത്ത് കാർപ്പറ്റിട്ടാണ്. കാർപ്പറ്റ് പോലെയുള്ള സംവിധാനം ക്രമീകരിച്ച് നിലത്താണ് ഇരിക്കുന്നത്. നിലത്ത് റിക്ലൈനിങ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. ആ റിക്ലൈനിങ് പൊസിഷനിൽ ഇരിക്കുമ്പോൾ ഇരിക്കുന്ന വ്യക്തികൾ ചരിഞ്ഞാണ്, കാൽ രണ്ടും വലത്തോട്ട് ചരിച്ചിട്ട് ഇടതുവശം ചരിഞ്ഞ് കൈ ഊന്നിയിരിക്കണം. ഇങ്ങനെ ഒരു റിക്ലൈനിങ് പൊസിഷനിലാണ് അവരിയ്ക്കുന്നത്. എന്നാൽ AD 70 ആലയം, യെരുശലേം ദേവാലയം തകർന്നതോടുകൂടി അതിനുശേഷമായിട്ട് കുഞ്ഞാടിനെ സാക്രിഫൈസ് ചെയ്യുന്നത്, പെസഹയിൽ കുഞ്ഞാടിനെ സാക്രിഫൈസ് ചെയ്യുന്നത് അവസാനിച്ചു. അവർക്ക് ആലയമില്ലല്ലോ. ഇടയ്ക്ക് ഒരു കൂട്ടർ പറഞ്ഞു വേണമെങ്കിൽ വീട്ടിൽ തന്നെ കുഞ്ഞാടിനെ സാക്രിഫൈസ് ചെയ്യാമെന്ന്. എന്നാൽ അതും നിർത്തലായി. ഇപ്പോൾ അവർ കുഞ്ഞാടിനെ സാക്രിഫൈസ് ചെയ്യുന്നില്ല. പെസഹയ്ക്ക് കുഞ്ഞാടിനെ സാക്രിഫൈസ് ചെയ്യുന്നില്ല. ഈ ആലയത്തിൽ യേശു ഉള്ള സമയത്ത് ആലയത്തിൽ പോയി കുഞ്ഞാടിനെ സാക്രിഫൈസ് ചെയ്യാത്തവർക്ക് വീട്ടിൽ അവർക്ക് പെസഹ മീൽ കഴിക്കുവാൻ അവർക്കും അനുവാദമുണ്ട്. എന്നാൽ ചുട്ട മാംസമില്ല. ചുട്ട മാംസം കൂടാതെ അപ്പം,
വീഞ്ഞ്, കായ്പുചീര, ചാറ്, ഉണങ്ങിയ പഴങ്ങൾ, മധുരപാനീയങ്ങൾ, ഇങ്ങനെയൊക്കെ ബാക്കിയുള്ള വിഭവങ്ങൾ ചേർത്ത് വെച്ച് അവർക്ക് പെസഹയിൽ നിന്ന് ഭക്ഷിക്കുവാൻ കഴിയും. എല്ലാ വീട്ടുകാർക്കും പോയിട്ട് യെരുശലേം ദേവാലയത്തിൽ അന്ന് സന്ധ്യയിൽ ഒരു കുഞ്ഞാടിനെ യാഗം കഴിക്കുവാൻ അത് ഒരു സാധ്യത കുറവുള്ളൊരു കാര്യമാണ്. 10,000-കണക്കിന് ആളുകളില്ലേ. സന്ധ്യയിൽ കിട്ടുന്ന ആ ചെറിയ സമയത്തിനുള്ളിൽ ഒരു ചെറിയ കൂട്ടം ആളുകൾക്ക് മാത്രമേ കുഞ്ഞാടിനെ ആലയത്തിൽ സാക്രിഫൈസ് ചെയ്യുവാൻ കഴിയത്തുള്ളൂ. ആലയത്തിന് പുറത്ത് അന്ന് യാഗങ്ങൾ അനുവദിച്ചിരുന്നില്ല. യേശു പെസഹയിൽ നിന്ന് കഴിക്കുമ്പോൾ ഇവിടെ ഈ സമയത്ത് വളരെ വ്യക്തമാകുന്നു, ചുട്ടമാംസമില്ല. യഹൂദന്മാരുടെ ആചാരപ്രകാരം യേശു ഒരു കുഞ്ഞാടിനെ യാഗം കഴിച്ചില്ല. കാരണം മറ്റൊന്നുമല്ല, യാഗമാകേണ്ട കുഞ്ഞാട് നിഴലിൽ നിന്ന് പൊരുളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. യാഗമാകേണ്ട കുഞ്ഞാടാണ് ഈ പെസഹയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. ശിഷ്യന്മാരുടെ കൂടെ യേശു ഇരിക്കുന്നു. യേശു പെസഹയ്ക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പാപം വഹിച്ചുകൊണ്ട് പരമയാഗമാകുവാൻ പോകുന്ന കുഞ്ഞാടാണ് ആ വ്യാഴാഴ്ച രാത്രിയിൽ തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത്. ഇവിടെ ഇസ്കറിയാത്ത യൂദ ആ സമയത്തുണ്ട്, പെസഹ കഴിക്കുമ്പോൾ അവിടെയുണ്ട്. ഈ ഭാഗം ശ്രദ്ധിച്ച് പഠിക്കുകയാണെങ്കിൽ മർക്കോസിന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ, മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 26-ാമത്തെ അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ, ആ ഭാഗങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് ഒരു വിഭജനം കാണുവാൻ കഴിയുന്നുണ്ട്. പെസഹയും അതിനുശേഷമായിട്ട് യേശു തിരുവത്താഴം, ലോർഡ് സപ്പർ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതും നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇത് രണ്ടിൻ്റെയും ഇടയിൽ ഒരു വിഭജനമുണ്ട്. പെസഹയിൽ നിന്ന് അപ്പം കഴിച്ചതിന് ശേഷം യൂദ അവിടം വിട്ടുപോയി. യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായി ഒരുമിച്ചിരുന്ന് ലോർഡ് സപ്പർ കഴിക്കുമ്പോൾ, തിരുവത്താഴം കഴിക്കുമ്പോൾ യൂദ അവിടെ ഇല്ല. ഈ ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കുമ്പോൾ മനസ്സിലാകും. യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിലാണ് അത് വ്യക്തമാക്കുന്നതും. മർക്കോസിന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. സന്ധ്യയായപ്പോൾ അവൻ 12 കൂടെ വന്നു. അവർ ഇരുന്ന് ഭക്ഷിക്കുമ്പോൾ യേശു, നിങ്ങളിൽ ഒരുവൻ എന്നോടുകൂടെ ഭക്ഷിക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പെസഹയിൽ നിന്ന് ഭക്ഷിക്കുമ്പോൾ, പെസഹയിലൂടെ മേശപ്പുറത്ത് 4 പാത്രത്തിൽ വീഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ വീഞ്ഞ് ചഷകത്തിലേക്ക് ഒഴിച്ചാണ് അംഗങ്ങൾക്ക് കുടിക്കുവാൻ വേണ്ടി കൊടുക്കുന്നത്. ഒരു കുടുംബത്തിൽ പെസഹയിൽ നിന്ന് ഭക്ഷിക്കുവാൻ വേണ്ടി കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ആ വീട്ടിൽ ഏറ്റവും പ്രായമുള്ളയാളാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. പ്രായമുള്ളയാൾ 1-ാമത്തെ പാത്രത്തിൽ നിന്ന് വീഞ്ഞ് ചഷകത്തിലേക്ക് ഒഴിച്ച് കുടിക്കുവാൻ വേണ്ടി മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ തുടങ്ങുമ്പോൾ ആ കുടുംബത്തിലെ ഏറ്റവും ഇളയയാൾ ഒരു ചോദ്യം ചോദിക്കും, എന്തുകൊണ്ട് നമ്മൾ ഈ ഉത്സവം ആചരിക്കുന്നു? എന്തിനാണ് നമ്മൾ ഈ വീഞ്ഞ് കുടിക്കുന്നത്? നേതൃത്വം കൊടുക്കുന്ന ആൾ അപ്പോൾ വിശദീകരണം ആരംഭിക്കും. നമ്മുടെ പിതാക്കന്മാർ മിസ്രൈമിൽ അടിമകളായിരുന്നു. ആ അടിമത്വത്തിൽ നിന്ന് യഹോവയാകുന്ന ദൈവം നമ്മെ വിടുവിച്ചു. വർഷങ്ങൾക്ക് മുന്നമേ നടന്ന ആ സംഭവം മുഴുവൻ വിവരിക്കുകയാണ്. എങ്ങനെയാണ് ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ടത്, എങ്ങനെയാണ് അവർ കനാനിൽ എത്തിച്ചേർന്നത്. അപ്പോൾ പുതിയ തലമുറ എല്ലാവരും ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഉള്ളിലേക്ക് ആ ചരിത്രം ഈ പിതാവ് പകർന്നു കൊടുക്കുകയാണ്. അതിനുള്ളൊരു അവസരമാണ് പെസഹ എന്ന് പറയുന്നത്. വിശദമായിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് ചഷകത്തിൽ നിന്ന് കുടിക്കുവാനും അപ്പം മുറിച്ച് ഭക്ഷിക്കുവാനും തുടങ്ങുന്നത്. പെസഹയിൽ അപ്പം മുറിച്ച് ഭക്ഷിക്കുമ്പോൾ അവർ ചാറിൽ മുക്കിയാണത് ഭക്ഷിക്കുന്നത്. അങ്ങനെയാണ് ആ ആചാരം
ആ ആചാരപ്രകാരം ആ രാത്രിയിൽ അവർ പെസഹയിൽ നിന്ന് ഭക്ഷിക്കുന്നത്. ഇവിടെ പെസഹയിൽ നിന്ന് ഭക്ഷിക്കുന്ന സന്ദർഭത്തിൽ യേശു അങ്ങോട്ട് പറയുകയാണ്, ശിഷ്യന്മാരോട് പറയുകയാണ്, ഒരാൾ എന്നെ കാണിച്ചു കൊടുക്കുവാൻ പോകുന്നു. തമ്മിൽ ഓരോരുത്തർ ചോദിക്കുവാൻ തുടങ്ങി, ഞാനാണോ ഞാനാണോ ഞാനാണോ? യോഹന്നാന്റെ സുവിശേഷത്തില് അതിൻ്റെ വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. 13-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ 13-ാമത്തെ അധ്യായത്തിൽ 23 മുതലുള്ള വാക്യങ്ങളിൽ ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിൻ്റെ മാർവിടത്ത് ചാരിക്കൊണ്ടിരുന്നു. ആരാണ്? യോഹന്നാൻ അപ്പോസ്തലൻ. 24-ാം വാക്യം, ശിമോൻ പത്രോസ് അവനോട് ആംഗ്യം കാട്ടി. അവൻ പറഞ്ഞത്, ആരെ കൊണ്ട് എന്ന് ചോദിപ്പാൻ പറഞ്ഞു. അവൻ യേശുവിൻ്റെ നെഞ്ചോട് ചാഞ്ഞു, കർത്താവേ, അത് ആരെന്ന് ചോദിച്ചു. യേശു മറുപടി പറയുന്നത് ശ്രദ്ധിക്കുക, ഞാൻ അപ്പകണ്ണം മുക്കിക്കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. അപ്പം അപ്പം ചാറിൽ മുക്കുക എന്ന് പറയുന്നത് പെസഹയിൽ നടക്കുന്ന കാര്യമാണ്. ഇവിടെ യേശു അത് പറഞ്ഞതിന് ശേഷം അപ്പത്തിൻ്റെ ഖണ്ഡം മുക്കി ശിമോൻ ഇസ്കരിയാത്താവിൻ്റെ മകനായ യൂദയ്ക്ക് കൊടുത്തു. ഖണ്ഡം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. യേശു അവനോട്, നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. എന്നാൽ ഇത് ഇന്നതിനെ കുറിച്ച് പറഞ്ഞു എന്ന് പന്തിയിൽ ഇരുന്നവരിൽ ആരും അറിഞ്ഞില്ല. പണസഞ്ചി യൂദയുടെ പക്കൽ ആകയാൽ പെരുന്നാളിന് വേണ്ടുന്നത് മേടിപ്പാനോ ദരിദ്രർക്ക് വല്ലതും കൊടുപ്പാനോ യേശു അവനോട് കൽപ്പിക്കുന്നു എന്ന് ചിലർക്ക് തോന്നി. ഖണ്ഡം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ് പോയി. നോക്കുക, ഖണ്ഡം വാങ്ങിയ ഉടനെ, അത് ഭക്ഷിച്ചതിന് ശേഷമായിട്ട്, പെസഹയിൽ നിന്ന് ഭക്ഷിച്ചതിന് ശേഷമായിട്ട് അവൻ എഴുന്നേറ്റ് പോയി. അപ്പോൾ രാത്രിയായിരുന്നു. സന്ധ്യയ്ക്കാണ് അവർ കൂടിയത്. ഇപ്പോൾ ചില മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുകയാണ്. അവൻ അപ്പം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ് പോയി. അപ്പോൾ രാത്രിയായിരുന്നു. വീണ്ടും മടങ്ങി മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമുക്കതിൻ്റെ ബാക്കി ഭാഗം കാണുവാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ തിരുവത്താഴം യേശു ആരംഭിക്കുന്ന സമയത്ത് ഇസ്കരിയാത്ത യൂദ ആ സംഘത്തിനകത്തില്ല. നോക്കുക, 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ പെസഹയെക്കുറിച്ചുള്ള കാര്യങ്ങളും 22-ാമത്തെ വാക്യത്തിൽ ഇതാ തിരുവത്താഴം യേശു ആരംഭിക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ലോർഡ്സ് സപ്പർ. 22-ാമത്തെ വാക്യത്തിൽ അവർ ഭക്ഷിക്കുമ്പോൾ അവൻ അപ്പം എടുത്തു വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. വാങ്ങുവീൻ, ഇത് എൻ്റെ ശരീരം. ഇത് ഭയങ്കര അത്ഭുതകരമാകുന്നൊരു നിമിഷമാണ്. യഹൂദന്മാരാകുന്ന ഈ ശിഷ്യന്മാർ ഇത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പം എടുത്തതിന് ശേഷം പറയുകയാണ്, വാങ്ങി ഭക്ഷിപ്പീൻ. നുറുക്കിയിട്ട് പറയുകയാണ്, ഇത് എൻ്റെ ശരീരം. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അഫിക്കോമൻ എന്ന് പറയുന്ന ആ ബ്രെഡ്, മാറ്റിവെക്കുന്ന ബ്രെഡ്, ആ ബ്രെഡാണ് യേശു എടുത്തത് എന്ന് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ കണ്ടിരിക്കുന്ന യഹൂദന്മാരാകുന്ന ശിഷ്യന്മാർക്കറിയാം, ഇതാ ഈ അപ്പം മുറിച്ച് നൽകി തരുന്നവൻ ആരാകുന്നു? മശിഹയാകുന്നു. യേശു പറയുന്നു, ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ ശരീരം, വാങ്ങി ഭക്ഷിപ്പീൻ, ഇതെൻ്റെ ശരീരം. ആമേൻ. ആ അപ്പം നുറുക്കി അവർക്ക് കൊടുക്കുകയാണ്. ഇതെൻ്റെ ശരീരം. പ്രിയമുള്ളവരെ, കർത്താവാകുന്ന യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ പരമയാഗമായി തീർന്നതിനാൽ, അവിടുന്ന് തൻ്റെ ശരീരം നമുക്ക് വേണ്ടി, തൻ്റെ രക്തം നമുക്ക് വേണ്ടി യാഗമായി അർപ്പിച്ചതിനാൽ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പദവിയാണ് അവിടുത്തെ ശരീരത്തിൻ്റെ ഭാഗമാകുവാൻ കഴിയും. നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി തീരുന്നു, ദൈവസഭയുടെ ഭാഗമായി തീരുന്നു. ഇന്നും നമ്മൾ തിരുമേശയിൽ നിന്ന് ഭക്ഷിക്കുമ്പോൾ ആ ഓർമ്മ പുതുക്കുകയാണ്. യേശുവിൻ്റെ ക്രൂശീകരണം, ആ യേശു നമുക്ക് വേണ്ടി സഹിച്ച പങ്കപ്പാടുകൾ, വേദനകൾ, കഷ്ടതകൾ ഒരിക്കൽ കൂടെ നമ്മൾ ഓർക്കുകയാണ്, നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. നമ്മളത് ഓർക്കുമ്പോഴും യേശു നമ്മുടെ കൂടെയുണ്ട്. ഏതെങ്കിലും പാരമ്പര്യപ്രകാരമുള്ള ഒരു ഓർമ്മയല്ല,
ചില പാരമ്പര്യ കൂട്ടത്തിൻ്റെ നടുവിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള ഓർമ്മയുണ്ടല്ലോ, അതല്ല. യേശു ഇപ്പോൾ ജീവിക്കുന്നു, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനാകുന്ന യേശു ജീവനോടുകൂടെ നമ്മുടെ കൂടെ ഉള്ളപ്പോഴാകുന്നു നമ്മൾ യേശുവിൻ്റെ ക്രൂശ് സഹനത്തെ ഓർക്കുന്നത്. തിരുമേശയിൽ നിന്ന് ഭക്ഷിക്കുന്ന സന്ദർഭത്തിൽ അപ്പം ഭക്ഷിക്കുമ്പോൾ, വീഞ്ഞു കുടിക്കുമ്പോൾ യേശു സഹിച്ച പങ്കപ്പാടുകൾ നമ്മൾ ഓർക്കുകയാണ്. അപ്പോൾ യേശു നമ്മുടെ കൂടെ ഉണ്ട്. അവിടുന്ന് നമുക്ക് വേണ്ടി സഹിച്ച പങ്കപ്പാടുകൾ, വേദനകൾ, വ്യഥകൾ, ആമേൻ, അന്ന് രാത്രിയിൽ അനുഭവിച്ച നരകയാതനകൾ, ക്രൂശിൽ 6 മണിക്കൂർ അവിടുന്ന് തൂങ്ങിക്കിടക്കുമ്പോൾ അനുഭവിച്ച വേദനകൾ, തിരസ്കരണങ്ങൾ, ഒറ്റപ്പെടലുകൾ, എന്തിനു വേണ്ടിയാണ്? നമ്മെ ഓരോരുത്തരെയും അവിടുത്തെ ശരീരത്തിൻ്റെ ഭാഗമാക്കുവാൻ വേണ്ടിയാണ്. ഇന്നലെ ഞാൻ പരാമർശിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. തിരുമേശയിലൂടെ നമുക്ക് ക്രിസ്തുവിനെയാണ് ലഭിക്കുന്നത്. ദൈവവചനത്തിലൂടെ നമുക്ക് ക്രിസ്തുവിനെയാണ് ലഭിക്കുന്നത്. ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ, ദൈവവചനം വായിക്കുമ്പോൾ, ദൈവവചനം മനനം ചെയ്യുമ്പോൾ നമുക്ക് ക്രിസ്തുവിനെ ലഭിക്കുന്നു നമ്മുടെ ആത്മാവിലേക്ക്. എന്നാൽ ഒരു വസ്തുവാകുന്ന അപ്പത്തിലൂടെയും ഒരു പാനീയമാകുന്ന ആ വീഞ്ഞിലൂടെയും നാം അത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനെ സ്മരിച്ചുകൊണ്ട് ഭക്ഷിക്കുമ്പോൾ, കുടിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് നേരിട്ട് ക്രിസ്തുവിനെ ലഭിക്കുകയാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഈ ഭാഗങ്ങൾ വളരെ കൃത്യമായി പഠിപ്പിച്ചിരിക്കുന്നത് അപ്പോസ്തലനാകുന്ന പൗലോസാണ്. 1 കൊരിന്ത്യർ 11 അധ്യായത്തിൽ അത് വിശദമായി പഠിപ്പിച്ചിട്ടുണ്ട്. സാധ്യമെങ്കിൽ അടുത്ത ദിവസം ഞാനത് പരാമർശിക്കാം. അപ്പോസ്തലനാകുന്ന പൗലോസ് ഇത് വിശദമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അവിടേക്ക് പോകുന്നതിന് മുന്നമേ തന്നെ ഈ ഭാഗത്തു നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. കർത്താവ് പറയുന്നു, ഇത് എൻ്റെ ശരീരം, ഇത് എൻ്റെ രക്തം. അപ്പൊ അവിടുത്തെ രക്തത്തിന് സമാനമാകുന്ന ആ വീഞ്ഞിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. അത് വീഞ്ഞായിട്ട് തന്നെ നമ്മൾ ആ മുന്തിരിച്ചാറ് കുടിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സിറപ്പ് അത് വെള്ളത്തിൽ കലർത്തി നമ്മൾ ഒരു ലായനിയാക്കിയിട്ടൊരു ഒരു പ്രത്യേക ജ്യൂസ് ആക്കിയതിന് ശേഷമായിട്ട് നമ്മൾ തിരുമേശയുടെ ശുശ്രൂഷയ്ക്ക് അത് ഉപയോഗിക്കുമ്പോൾ മുന്തിരിച്ചാറിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്നത് ബ്രെഡ് ആകട്ടെ, ചപ്പാത്തി ആകട്ടെ, ആ ചപ്പാത്തിക്ക് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. അവിടെ വിശ്വാസത്താലാണ് നമ്മളത് ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുന്നത്. അത് ഭക്ഷിക്കുമ്പോൾ ആ ഭക്ഷണ പദാർത്ഥത്തിലൂടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിനെ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നു. ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ശരീരം ഇതുവരെയും വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൽ മാത്രമേ ഈ ശരീരം വീണ്ടെടുക്കപ്പെടുകയുള്ളൂ. ഇപ്പോഴും ഈ ശരീരത്തിൽ ക്ഷയമുണ്ട്. ഇത് അക്ഷയമായിട്ടില്ല, ഇമ്മോർട്ടലായിട്ടില്ല. ഇപ്പോഴും മോർട്ടാലിറ്റി ഈ ശരീരത്തിലുണ്ട്, ക്ഷയം ഈ ശരീരത്തിലുണ്ട്. ഈ അന്തരീക്ഷത്തിൽ അശുദ്ധമാകുന്ന ഒരുപാട് ശക്തികളുണ്ട്, രോഗശക്തികളുണ്ട്, വൈറസുകളുണ്ട്, ബാക്ടീരിയകളുണ്ട്, പൈശാചിക ശക്തികളുണ്ട്. അപ്പൊ അതെല്ലാം ഈ ശരീരത്തിന് കേടുവരുത്തുവാൻ വേണ്ടി നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ, കേടില്ലാത്തത് യേശു ക്രിസ്തു, അവിടുന്നാണ് കേടില്ലാത്തവൻ. കേടില്ലാത്തവനാകുന്ന യേശു ക്രിസ്തുവിനെ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന ആ നിമിഷത്തിൽ ഈ ശരീരത്തിന് ഏതെങ്കിലും കേടുണ്ടെങ്കിൽ ആ കേടുകൾ പരിഹരിക്കപ്പെടും. ദൈവം ഉദ്ദേശിക്കുന്നത് പോലെ ഈ ശരീരം പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഈ ശരീരത്തിന്റെ മേൽ ആരോഗ്യവും സൗഖ്യവും നൽകുന്നതാണ് കർത്താവിൻ്റെ മേശ. കർത്താവിൻ്റെ മേശയിലൂടെ നമുക്ക് അനേകം നന്മകൾ ലഭിക്കുന്നു, അനേകം അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു. നമ്മുടെ ആത്മീക ജീവന് പുഷ്ടി ലഭിക്കുന്നു. അതോടൊന്നിച്ച് തന്നെയാണ് നമ്മുടെ ശരീരത്തിന് ഹെൽത്ത് ആൻഡ് ഹീലിംഗ് നൽകുവാൻ അവിടുന്ന് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഔഷധമാകുന്നു കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ മേശ. വിശുദ്ധിയോടുകൂടെ നമ്മൾ അതിൽ നിന്ന് ഭക്ഷിക്കുമ്പോൾ, കുടിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുമായുള്ള ബന്ധത്തിൽ പരിഹരിക്കേണ്ടതെല്ലാം പരിഹരിച്ച്, ക്ഷമിക്കേണ്ടവരുണ്ടെങ്കിൽ അവരോട് ക്ഷമിച്ച്, പ്രാണനിൽ, ആത്മാവിൽ, ശരീരത്തിൽ വിശുദ്ധിയോടുകൂടെ അവിടുത്തെ വചനപ്രകാരം
ആ മേശയിൽ നിന്ന് ഭക്ഷിക്കുമ്പോൾ, കുടിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, സ്വർഗതുല്യമാകുന്ന ഒത്തിരി ആശീർവാദങ്ങളാണ് നമുക്ക് ആ മേശയിലൂടെ ലഭിക്കുന്നത്. ഏറ്റവും വലുത് ക്രിസ്തുവിനെ നമുക്ക് ലഭിക്കുന്നു. ഒരിക്കൽ കൂടെ ക്രിസ്തുവിനെ നമുക്ക് അനുഭവിക്കുവാൻ, ക്രിസ്തുവിനെ നമുക്ക് രുചിക്കുവാനുള്ള അത്ഭുത അനുഗ്രഹമാണ് കർത്താവിൻ്റെ മേശയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഓ ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ചില സംഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും, വളരെ ശ്രദ്ധേയമാകുന്ന ചില സംഭവങ്ങൾ. ഇന്നത് വിശദീകരിക്കുവാൻ സമയമില്ല. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ 40 വർഷം മരുഭൂമിയിലായിരുന്നു. അവരെന്താണ് ഭക്ഷിച്ചത്? സ്വർഗത്തിൽ നിന്ന് കൊഴിഞ്ഞു വീണ അപ്പമാണ്. മന്ന സ്വർഗത്തിൽ നിന്ന് കൊഴിഞ്ഞു വീണു. അത് സ്വർഗത്തിൽ നിന്ന് കൊഴിഞ്ഞു വീണതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് അതുണ്ടാക്കിയത് എന്ന് വ്യക്തം. സ്വർഗത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭൂമിയിൽ ഉപയോഗിക്കുന്നത് പോലെ ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ ആവശ്യമില്ല. വചനം കൊണ്ട് സകലവും ഉണ്ടാക്കുവാൻ കഴിയും. ഈ പ്രപഞ്ചം തന്നെ ദൈവം തൻ്റെ വചനം കൊണ്ടല്ലേ ഉണ്ടാക്കിയത്. അപ്പോൾ ആ മന്നയുടെ പിന്നിലെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നതും ദൈവത്തിൻ്റെ വചനമാകുന്നു. ഒരു ദൂതൻ വന്നിട്ട് ഏലിയാവിന് അപ്പം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കഴിയുമെങ്കിൽ നാളെ ഞാനത് വിശദീകരിക്കാം. ആ ദൂതൻ അപ്പം ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ആ അപ്പം തിന്നതിന് ശേഷം അടുത്ത 40 രാവും 40 പകലും കർമ്മേലിന്റെ ആ ഭാഗത്തു നിന്ന്, ഇസ്രയേലിന്റെ ആ ഭാഗത്തു നിന്ന് ഏലിയാവ് ഹോരേബോളം നടന്നു, അങ്ങ് സീനായി വരെ പോയി. യെരുശലേമെല്ലാം കടന്ന്, ഹെബ്രോനും കടന്ന്, ഇന്നത്തെ ഈജിപ്തുകാരുടെ കയ്യിലിരിക്കുന്ന സീനായി മരുഭൂമിയുടെ ആ ഭാഗം വരെ പോകുവാൻ 40 രാവും 40 പകലും പിന്നെ വിശ്രമിച്ചിട്ടില്ല. അങ്ങനെ യാത്ര ചെയ്യുവാൻ ഏലിയാവിന് ഊർജം കൊടുക്കുവാൻ ഒരപ്പത്തിന് കഴിയുമെങ്കിൽ, ആ ദൂതൻ ഉണ്ടാക്കിയ അപ്പം അരിപ്പൊടി കൊണ്ടുണ്ടാക്കിയ അപ്പമല്ല, ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയ അപ്പമല്ല എന്ന് വ്യക്തം. ആ അപ്പം വചനം കൊണ്ടുണ്ടാക്കിയ അപ്പമാകുന്നു. ഓ ഹല്ലേലൂയ. മെസുറ ബഹതുറ ബഹലഹതിനി ബഹ ശരല ബഹാന്തരബിനി ഹാബതുർ ബഹീനിയതര. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം മാത്രം മതി. വചനം ക്രിസ്തുവാണ്. ആമേൻ. വചനം നമുക്ക് ലഭിക്കുന്നത് ബൈബിളിലൂടെ വചനം ലഭിക്കുന്നു. ഞാനിപ്പോൾ ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങൾക്ക് വചനം ലഭിക്കുന്നു. എന്നാൽ അതിലെല്ലാം ശ്രേഷ്ഠമാകുന്ന ഒരു ഉപാധിയാണ് തിരുമേശയിലൂടെ നമുക്ക് ക്രിസ്തുവിനെ ലഭിക്കുകയാണ്. തിരുമേശയിലൂടെ നമുക്ക് വചനം ലഭിക്കുകയാണ്. അർച്ചരവല്ലം ചൂടപരത്വം വർദ്ധക്കല്ല വൗധീനിജയ് മാധകൽബര ഹബ്ദിമാസി മാധകോരു ബൈഖേനാച്ചു രാശേമാന ശോധകല്ലി വാഠകാര രുജന രുജന വദന വൽക്കമാന സദ്ധമാന രാജ്വനാധിയൽക രാജുബാല thൈനധാര ഭക്തമാന രേഗദാന ധാരബാര അശബകല റബഹതനി സ്മനതരിൽ അയനതുബര സ്മീനിയ ധരദികൽഖന ശോബകതർ നഖുസബർഥന ദികൽബാര ധാനസ്മീനി അൽഖന. നാളെ ഞാൻ കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുക. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ചിലരുടെയൊക്കെ കരങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് താക്കോലുകളെ നൽകുന്നു എന്ന് എനിക്ക് ബോധ്യം ലഭിക്കുന്നു. അധികാരത്തിന്റെ താക്കോലിന്റെ കൈമാറ്റം, വചനത്തിന്റെ താക്കോലിന്റെ കൈമാറ്റം, ആരാധനയുടെ താക്കോലിന്റെ കൈമാറ്റം, അഷാരാല ബെഖനാഥിയൽക്കര ചില വിശാലതകളുടെ താക്കോലിന്റെ കൈമാറ്റം, റക്കത്തുരി ബാനകതൽ കരാജുന കൽബച്ചര ദിഗാർത്ഥന ശങ്കർബാല ഖത്തർബേനി അസക്കത്തരെ നിഖാബത്തർബേനി അസൈനയാർത്ഥോന ലാഷ്മനദി അന്ധന. അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്യത്ഭുതകരമാകുന്ന ഒരു സ്പർശനത്തെ അങ്ങ് അയക്കുന്നതിനായി സ്തോത്രത്തോടെ. മുൻപിൽ ചില വാതിലുകൾ തുറക്കപ്പെടുന്നുവല്ലോ, താക്കോലുകളുടെ കൈമാറ്റം നടക്കുന്നുവല്ലോ. ഈ തലമുറയിൽ ശക്തമായി പ്രിയപ്പെട്ടവരെ പ്രയോജനപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. യേശുവേ, രോഗികൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ, രോഗബാധകൾ വിട്ടുപോകട്ടെ. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ഫോർ ദാറ്റ് ഹീലിംഗ്. യെസ് ലോർഡ്. ഹല്ലേലൂയ. അങ്ങയുടെ സൗഖ്യത്തിനായി സ്തോത്രം കർത്താവേ. സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവർക്ക് വേണ്ടി വാതിലുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുത വഴികളെ തുറക്കണം കർത്താവേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിശയങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. വലിയ വിടുതലുകളെ അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സകലത്തിലും യേശു ക്രിസ്തുവിന്റെ നാമം മാത്രം മഹത്വം എടുക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ
Amen, amen, amen. Hallelujah. Praise the Lord. Hallelujah.